ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂടെ ഉണ്ടായിരിക്കുക, ഒപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളതെല്ലാം നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അത് ചിലപ്പോ ചില വ്യക്തികളുടെ കൂടെ ആകാം, വീട്ടുകാരുടെ കൂടെ ആകാം, കൂട്ടുകാരുടെ കൂടെയൊക്കെ ആകാം. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഈശോ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഉദ്ദേശം ഇതായിരുന്നു: തന്നോടുകൂടെ ആയിരിക്കുക. ഒരു പിതാവും മകനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ കഥ എല്ലാവരും കേട്ടിരിക്കും. ഒരിക്കൽ ജോലിക്ക് പോകാനായി തിരക്ക് കൂട്ടുന്ന അപ്പന്റെ അടുത്തേക്ക് മകൻ ചെല്ലുകയാണ്. പപ്പയ്ക്ക് ഒരു ദിവസം എത്ര രൂപ ശമ്പളം കിട്ടും? ഇത് കേട്ട അപ്പച്ചൻ ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. പക്ഷെ മകൻ വിടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ജോലിക്ക് പോകാനുള്ള തിരക്ക് കാരണം $100 എന്ന ഉത്തരം നൽകി അയാൾ ജോലിക്ക് പോവുകയാണ്. ഈ മകൻ തിരികെ റൂമിലേക്ക് പോയി തന്റെ സമ്പാദ്യമെല്ലാം എടുത്തു. തികയാതെ വന്നതെല്ലാം അമ്മയിൽ നിന്നും മറ്റുമായി സമാഹരിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് ആ പിതാവിനോട് പറയുന്നു, പപ്പ, ഇതാ $100. ഇന്നൊരു ദിവസം അപ്പ എന്റെ കൂടെ ഇരിക്കാമോ? വെറുതെ കേട്ടുമറക്കേണ്ട ഒരു കഥയല്ല ഇത്. നാം നമുക്കിഷ്ടമുള്ളവരുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അതിന് ആഗ്രഹവും അവകാശവും ഉണ്ടായിട്ടും അത് നിഷേധിക്കപ്പെടുന്നവരാണ് നമ്മുടെ മക്കൾ. ഒരുപക്ഷെ നമുക്കില്ലാതിരുന്ന സാമ്പത്തിക ഭദ്രത നേടിയെടുക്കാനായുള്ള നെട്ടോട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ സമൃദ്ധമായി ഉണ്ടായിരുന്ന പരസ്പര സ്നേഹം, വിട്ടുവീഴ്ച മനോഭാവം, കുടുംബ ഭദ്രത, മൂല്യബോധം ഇവയെല്ലാം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, സമ്പത്താണ് ഏറ്റവും വലുത് എന്ന തെറ്റായ ധാരണ കൂടി നാം അറിഞ്ഞോ അറിയാതെയോ അവർക്ക് കൊടുക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6:10. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഈ ധനമോഹവും മൂല്യബോധമില്ലായ്മയുമാണ് കൈപിടിച്ച് നടത്തേണ്ട സ്വന്തം മക്കളെ കരിങ്കലിലും പാറക്കൂട്ടത്തിലും എറിഞ്ഞ് കൊല്ലാൻ മാത്രം ക്രൂരരായ അമ്മമാരെ സൃഷ്ടിക്കുന്നത്. കാവലും സംരക്ഷണവും നൽകേണ്ട പിതാക്കന്മാർ വേട്ടക്കാരായി മാറുന്നത്. ഒരേ മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തവർ വഞ്ചിക്കുകയും വഞ്ചിക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്നത്. ജീവന്റെ ജീവനെന്ന് വിളിച്ചവർ തന്നെ ജീവനെടുക്കാനായി നൂതന മാർഗങ്ങൾ തേടുന്നത്. ഇവിടെ ആരുടെ കൂടെയാണ്? എന്നിട്ടും നാം പറയുന്നു മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്ന്. എന്റെ ആർഭാടങ്ങളും ആഘോഷങ്ങളും എന്റെ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുന്നെങ്കിൽ ഞാൻ എന്റെ സമൂഹത്തിന്റെ കൂടെയില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിനായി കഷ്ടപ്പെടുന്ന ബന്ധുക്കളോ സ്നേഹിതരോ നമുക്ക് ചുറ്റുമുണ്ടായിട്ടും നാം അത് കാണാതെ പോകുന്നെങ്കിൽ ഞാൻ എന്റെ ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയോ കൂടെയില്ല. ഒരു ചുംബനത്തിനായി, ഒരു ആശ്ലേഷത്തിനായി ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ ഞാൻ കാണാതെ പോകുന്നെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തോടു കൂടെയില്ല. ഒരു പരിഗണനയ്ക്കായി, ഒരു സാന്ത്വനത്തിനായി, ഒരു തലോടലിനായി ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കളെ ഞാൻ കാണാതെ പോകുന്നുവെങ്കിൽ ഞാൻ എന്റെ മക്കളുടെ കൂടെയില്ല. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. അവിടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും സ്നേഹപ്രകടനങ്ങൾക്കും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കും വിലയുണ്ട്. പഴകുന്തോറും വീര്യവും ഗുണവുമേറുന്ന വീഞ്ഞുപോലെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വികാര പ്രകടനങ്ങളുമാണ് കുടുംബത്തിന്റെ ബന്ധങ്ങളെ ആഴപ്പെടുത്തുന്നതും ദൃഢപ്പെടുത്തുന്നതും. നമുക്ക് ഈ നല്ല മൂല്യങ്ങളും മൂല്യബോധവും നമ്മുടെ മക്കളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തോടു കൂടെ ആയിരിക്കാം, നമ്മുടെ മക്കളോട് കൂടെ ആയിരിക്കാം, നമ്മുടെ സമൂഹത്തോടു കൂടെ ആയിരിക്കാം.
നന്മയുടെയും നല്ല മൂല്യങ്ങളുടെയും കൂടെ ആയിരിക്കാം. കൂടെ എന്ന വാക്കിന് വേറൊരു തലം കൂടിയുണ്ട്. ഈ വർണ്ണക്കാഴ്ചകളും മായക്കാഴ്ചകളും സൗന്ദര്യവുമെല്ലാം അസ്തമിക്കുന്ന ഒരു കാലമുണ്ട് എനിക്ക്. അന്ന് ഞാൻ ഏകനായിരിക്കും. അന്നും എന്റെ കൂടെ ഉണ്ടാകും. അതെന്റെ കഴിഞ്ഞകാല ഓർമ്മകളാണ്. അതെനിക്ക് സന്തോഷം നൽകുന്നതായിരിക്കട്ടെ. അവസാനം എന്റെ മടക്കയാത്രയിൽ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, എന്റെ ജീവിത ചെയ്തികൾ എന്റെ കൂടെ ഉണ്ടാകും. അന്ന് ഒത്തിരിയില്ലെങ്കിലും എന്റെ നാഥന്റെ മുമ്പിൽ നൈവേദ്യമായി സമർപ്പിക്കാൻ ഒരു കൈക്കുമ്പിളെങ്കിലും നന്മകൾ എന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ.